ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് രസം ചെയ്ത് നോക്കിയാലോ നമുക്ക്. ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 3 വറ്റൽമുളക്, അര ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 വെളുത്തുള്ളി, ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ഇട്ടെടുക്കുക കേട്ടോ. ഇത് നല്ലോണം മിക്സിയിലൊന്ന് ചതച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കടുക് നല്ലോണം പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്ക് വറ്റൽമുളകും കരിവേപ്പിൻ്റെയും ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഈ കുരുമുളകിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലോണം ഒന്ന് വെന്തുടയണം കേട്ടോ. അത് അപ്പോഴാണ് രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് എല്ലാ പൊടികളും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കേട്ടോ ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. രസത്തിന് എപ്പോഴും ലൂസായിട്ടല്ലേ ഉണ്ടാവുക. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കുടിക്കാനൊക്കെ പറ്റിയ പരുവത്തിലല്ലേ ഉണ്ടാവുക. അപ്പം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ രസത്തിലേക്ക്. അപ്പോൾ രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. മല്ലിയിലേൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലോണം തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇത് സാമ്പാറിൻ്റെ കൂടെ എന്നല്ല, എപ്പോഴായാലും നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് രസം. നല്ല ജീരകമൊക്കെ ഇടുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തട്ടോ. അപ്പം ഓക്കേ, താങ്ക് യു.